ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചു, ഒരുപാട് ഉമ്മമാർ ചോദിച്ചു, ഉസ്താദെ ദുആഉ സൈഫിനെ പറ്റി എന്താണ് ഉസ്താദ് ഒന്നും പറയാത്തത്? ഒരുപാട് പോരിശയുള്ള ദുആയാണല്ലോ ദുആഉ സൈഫ്. അപ്പം അത്രമാത്രം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ദുആയാണ് ദുആഉ സൈഫ്. ഔലിയാക്കന്മാർ നിത്യമാക്കിയ, ഔലിയാക്കന്മാർ മറ്റുള്ളവർക്ക് ചൊല്ലാൻ പറഞ്ഞുകൊടുത്ത, പല ഉമ്മമാരും കമൻറ്റിലൂടെ ചോദിച്ച വാളിൻ്റെ മൂർച്ചയിൽ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാറാൻ ദുആകളിലെ യോദ്ധാവ് എന്ന് അർത്ഥം വരുന്ന, ദുആകളിലെ രാജാവ് എന്ന ധ്വനി വരുന്ന ദുആഉ സൈഫാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ദുആ എപ്പോൾ ചൊല്ലണം, എങ്ങനെ ചൊല്ലണം, എത്ര പ്രാവശ്യം പറയണം, ഇൻഷാ അല്ലാഹ് വിശദമായി ദുആഉ സൈഫിനെ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും എല്ലാവിധത്തിലുള്ള ഖൈറാത്തുകളും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഒരുപാട് ദുആ വസിയത്ത് നടത്തിയവരുണ്ട്. പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ്, പലവിധ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ പറഞ്ഞ്, ഇൻഷാ അല്ലാഹ് അതിനെല്ലാം നമ്മൾ എന്തെല്ലാം മനസ്സിൽ കരുതിയിട്ടുണ്ടോ, എന്തെല്ലാം മുറാദുകളുണ്ടോ, ആ മുറാദുകളെല്ലാം ഹാസിലായി കിട്ടുന്ന തരത്തിൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കിട്ടുന്ന ദുആഉ സ്വൈഫാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ദുആ ഒരുപാട് ചിലപ്പോൾ ഇച്ചിരി ദീർഘമുള്ള ദുആയാണ്. ആ ഒരു ദീർഘമുള്ള ദുആ ആയതുകൊണ്ട് തന്നെ പലരും ഇത് മൈൻഡ് ചെയ്യാതെ പോകും. ഈ ദുആയിൽ നമ്മൾ മൈൻഡ് ചെയ്യണം, മൈൻഡ് ചെയ്യാതെ പോകരുത്. മൈൻഡ് ചെയ്യുമ്പോഴാണ്, ഈ ദുആ ചെയ്യുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമുക്കുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റി നൽകുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആ ഏതാണെന്ന് പഠിക്കാം. അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരുപാട് ദുആകൾ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. നമ്മളൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് ദുആകൾ പറയുന്നവരാണ്. നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും, നമ്മുടെ രോഗങ്ങൾ ശിഫയാവാനും, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് സ്വാലിഹീങ്ങളാവാനും, മക്കൾക്കെല്ലാം നല്ല ബുദ്ധി ഉണ്ടാവാനും, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വാഹനമില്ലാത്തവർ, അതുപോലെ തന്നെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലവിധ ദുആകളും പരീക്ഷിച്ചവരാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദിക്ർ നമ്മൾ പറയാറുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ നമ്മൾ പലരും എപ്പോഴും പറയുന്ന ദുആയാണ്. അതുപോലെ തന്നെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ദുആകൾ നമ്മൾ ഓരോ ദിവസവും പല പ്രാവശ്യം നമ്മൾ പറയാറുണ്ട്. ദിക്റുകൾ ചൊല്ലാറുണ്ട്, തസ്ബീഹുകൾ പറയാറുണ്ട്, അല്ലാഹുവിൻ്റെ ഇസ്മുകൾ പറയാറുണ്ട്. ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ ഒരു വലിയ വീട് തന്നെയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാറാനുള്ള ഒരുപാട് ദുആകൾ നമ്മൾ ചെയ്യാറുള്ള ഈ സമയത്ത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ദുആഉ സ്വൈഫ്, ആ ദുആ നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ, നിത്യമാക്കെന്ന് പറഞ്ഞാൽ ഇത് പറയാൻ തന്നെ ഒരു പക്ഷേ ഇച്ചിരി സമയമെടുക്കും. ആദ്യമൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരല്പം പ്രയാസം പോലെ തോന്നിയാലും ഇൻഷാ അല്ലാഹ് ശേഷമുള്ള നമ്മളിങ്ങനെ പറഞ്ഞ് അത് നമ്മുടെ നാവിൽ വഴങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അതോടൊപ്പം തന്നെ ഈ ദുആഉ സൈഫ് പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഈ ദുആ ഏറ്റവും കൂടുതലായി ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് മഹാനായ റിഫായി ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസാൻ. റിഫായി ഷെയ്ഖിൻ്റെ ദുആ ആയിട്ടാണ് ഈ ദുആഉ സൈഫിനെ മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് ഔലിയാക്കന്മാരെ പറ്റി പറയുന്ന മാസമാണല്ലോ. റിഫായി ഷെയ്ഖിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു, എന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എനിക്ക് പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ, എൻ്റെ കുടുംബപരമായ, എൻ്റെ സാമ്പത്തികമായ, എൻ്റെ രഹസ്യമായ, പരസ്യമായ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ പരിഹാരം ഞാൻ ഏത് ദുആയാണ്? മഹാനവറുകൾ ഒരുപാട് ദുആകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ദുആകൾ പല ആളുകൾക്കും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഇത്രമാത്രം പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തൊരു ദുആയാണ് ദുആഉ സ്വൈഫ് എന്നുള്ളത്. മറ്റു ഉലമാക്കളും അവരുടെ കിതാബുകളിൽ ഈ ദുആയിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിഷമഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ, സങ്കടം, ഇതൊക്കെ മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അശദ്ദുൽ ബലാഇ മിനല്ലാഹി ഇലൽ അംബിയാ. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും ഉണ്ടായിട്ടുള്ളത് അത് അമ്പിയാക്കന്മാർക്കാണ്. അമ്പിയാക്കന്മാർക്കുണ്ടായ എത്രയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്കൊന്നുമില്ല. അവരുടെ മുന്നിലൊക്കെ നമ്മളൊക്കെ വളരെയധികം സുഖത്തിൽ കഴിയുന്നവരാണ്.
ഇപ്പോൾ ഫലസ്തീനിലെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളിലെ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്തകൾ എത്രയോ കണ്ണീരണിയിപ്പിക്കുന്നതാണ്. അള്ളാഹു താല അവരൊക്കെ എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഈ ദുആ സൈഫ് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയും കൂടി നമ്മൾ ദുആരക്കണം. അള്ളാഹു താല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യന് ഒരു രോഗം വന്നാൽ ഈ ദുആ സൈഫ് പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ആ രോഗങ്ങൾക്ക് വലിയ ശിഫയാണ്. നമ്മൾ രോഗങ്ങൾ വരുമ്പോൾ ദിക്റും ദുആയും മാത്രമായിട്ടിരിക്കരുത്. അങ്ങനെ വലിയ ഒരു തഖ്വയും ഈമാനും നമുക്കില്ല. മഹത്തുക്കളായ ഉലമാക്കളെ ഔലിയാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ എന്ത് രോഗം വന്നാലും അവർ മരുന്ന് കഴിക്കുന്നതിന് പകരം ഈ ദുആകളും അതുപോലെ ദിക്റുകളും ഒക്കെ മരുന്നായി കഴിക്കുന്നവരാണ്. നമ്മളങ്ങനെ മരുന്ന് കഴിക്കാതെ ഈ ദിക്റും ദുആയുമായിട്ടിരുന്നാൽ ഒരുപക്ഷെ നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് അപകടം സംഭവിച്ചേക്കാം. നമ്മൾ മരുന്ന് കഴിക്കുക, ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് ഈ ദിക്റുകളും ദുആകളും പറഞ്ഞ് നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ സഹായമുണ്ടാകും. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസ്ബ് മിൻഹു എന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണ് അവനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുക, രോഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ഉമ്മമാരെന്നറിയോ, ഓരോ ഉമ്മമാരും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രതിസന്ധികൾ പറഞ്ഞ് ദ്വാരക്കാൻ വസിയത്ത് നൽകിയവരാണ്. ഇൻഷാ അല്ലാഹ് അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ ഇന്നി പറയുന്ന ഈ ദുആ സൈഫ് നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും സുബഹി നിസ്കാരം കഴിഞ്ഞോ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞോ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദുആ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റിഫായി ശൈഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ഒരു ദുആഇനെ നമുക്ക് ഇജാസത്ത് നൽകിയിട്ടുണ്ടെന്നാണ്. ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ദിക്ർ, ആ ഒരു ദിക്ർ അല്ലെങ്കിൽ നമ്മൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നൊരു ദുആ, ഈ ദുആ നമ്മൾ സ്വന്തമായി പഠിച്ച് പറയുന്നതും മറ്റൊരാൾ ഈ ദുആ നിങ്ങൾ പറയിട്ടോ അല്ലെങ്കിൽ ഈ ദിക്ർ നിങ്ങൾ പറയണം കേട്ടോ എന്ന് നമ്മളോട് ഇജാസത്ത്, ഒരു അനുവാദം നൽകിയിട്ട് നമ്മൾ പറയലും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാർക്ക് ഒരു ഇജാസത്തായിട്ട് കൊടുത്ത ഒരു ദുആ കൂടിയാണ് ദുആ ഉസ്സൈഫ്. അപ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പോംവഴി, അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കാണുന്നതോടൊപ്പം തന്നെ അതിന് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഈ ദുആ ഉസ്സൈഫ് കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആകളിലും നമ്മുടെ ദിക്റുകളിലും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാളിൻ്റെ മൂർച്ചയിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവാൻ, അതുപോലെ തടസ്സങ്ങൾ മാറാൻ, രോഗങ്ങൾ മാറാൻ, കല്യാണപ്രായം എത്തിയിട്ട് കല്യാണം ശരിയാകുന്നില്ല, വരുന്ന കല്യാണമൊക്കെ മുടങ്ങിപ്പോകുന്നു, വീട് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ വാടക വീട്ടിലാണ്, സ്വന്തമായ ഒരു വീട് വേണം, ജോലി കിട്ടുന്നതൊക്കെ മുടങ്ങിപ്പോവുകയാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നില്ല, ഇങ്ങനെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമായി മഹത്തുക്കൾ പഠിപ്പിച്ചു നൽകുന്ന ദുആ ഉസ്സൈഫ് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആ ഏതാണെന്ന് പഠിക്കാം. ദുആ ഉസ്സൈഫ് ഇത് ശൈത്വാൻ, ജിന്ന്, റൂഹാനി, ഇഫ്രീത്ത്, കള്ളന്മാർ, ശത്രുക്കൾ മുതലായതിൻ്റെ ഷർറിനെ തൊട്ടും വബാ, ത്വാഊൻ മറ്റു രോഗങ്ങളെ തൊട്ടും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വരുന്ന ബലാ, മുസീബത്തുകളെ തൊട്ടും രാത്രിയിലും പകലിലും നമ്മുടെ നാട്ടിലും നമ്മുടെ യാത്രയിലും നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവിധത്തിലുള്ള ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടാനും കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ദുആ നമുക്ക് ആവർത്തിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ദുആ സൈഫിലേക്ക് കടക്കുകയാണ്. ഇത് അല്പം നീളം കൂടിയ ദുആയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും മാറി നിൽക്കരുത്. ഇതൊരു നീളം കൂടിയ ദുആയാണല്ലോ ഉസ്താദെ, ഇത് ഞങ്ങൾ എങ്ങനെ പറയും എന്ന് വിചാരിച്ചാരും മാറി നിൽക്കണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദുആ ആദ്യം പറയുമ്പോൾ ഇച്ചിരി പ്രയാസം പോലെ തോന്നുമെങ്കിലും നമുക്കത് പറഞ്ഞത് ശീലമാകും. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ദുആ കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ യാ സാബിലസ് സിത്രി ഇദാ അഹാത്വൽ ബലാ ويا سامع الأصوات من تحت العلا أسألك بنبيك المحبوب وكرسيك المنصوب أنت الله الذي تجبر قلب الخائف المرعوب من الكروب إذا اشتدت ومن السيوف إذا استلت
ومن قلوب الأعداء إذا غضبت واسودت اللهم إن جاءوا إلينا فصدهم وإن بغوا علينا فردهم أنت الله ربي وربهم ورب الخلائق كلهم تحصنت بالله وبرسوله وبأصحابه العشرة المبشرة أبي بكر وعمر وعثمان وعلي وطلحة وزبير وسعد وسعيد وعبد الرحمن بن عوف وأبي عبيدة بن جراح وبالذين بايعوا نبيك تحت الشجرة اللهم بحق طه وياسين والبقرة أن تحفظنا من الإنس والجن والشياطين والكفرة إنك على كل شيء قدير اللهم إني أمسيت ഇവിടെ നമ്മൾ വൈകുന്നേരമാണ് പറയുന്നതെങ്കിൽ അംസൈത്തു എന്ന് ചേർക്കാം. ഇനി രാവിലെയാണ് പറയുന്നതെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷമാണ് ഈ ദിക്ർ പറയുന്നത്, ഈ ദുആ പറയുന്നതെങ്കിൽ അസ്ബഹ്തു എന്ന് ചേർക്കാവുന്നതാണ്. اللهم إني أمسيت أنا ومن أحاطت به شفقة قلبي في أمانك وضمانك وفي ركن من أركانك وخيمة الستر مسبولة علينا وتاج الملائكة على رؤوسنا ومحمد على أيماننا وعلي كرم الله وجهه عن شمائلنا ودرقة العباس وحمزة رضي الله عنهما بين أكتافنا وصيف جبريل عليه السلام بين أيدينا نسد به صدا ونرد به ردا من القوم إذا ثارت ومن القلوب إذا غارت يا حابس الوحش يا شديد البطش يا حافظ النفس بالنفس يا من لا عين تراك ولا يد تمسك أرخ علينا قبة من حديد أوتادها في الأرض رأسها في السماء وحيطانها مبنية بالقدرة والعظمة ومفتاحها يا حفيظ يا حفيظ ആ വാക്ക് 3 പ്രാവശ്യം ആവർത്തിക്കുക. والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഇപ്പോൾ നമ്മൾ കേട്ട ഇതാണ് ദുആ ഉസ്സൈഫ്. വാളിൻ്റെ മൂർച്ചയിൽ നമ്മുടെ പ്രതിസന്ധികൾ മാറാൻ, പ്രശ്നങ്ങൾ മാറാൻ ഈ ഒരു ദുആ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും സുബഹി നമസ്കാരത്തിന് ശേഷമോ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ മതി. ഉസ്താദ്, ഇത് വലിയ ദുആയാണല്ലോ, ഇതെങ്ങനെ ഞങ്ങൾ ചൊല്ലും? നമുക്ക് ആദ്യം ഇത് വലുതായിട്ട് തോന്നുമെങ്കിലും നമ്മളത് ഓതി വരുമ്പോൾ നമ്മുടെ നാവിനത് വഴങ്ങി ഇൻഷാ അള്ളാഹ് നമ്മുടെ നാവിലത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് പോലെ നമുക്ക് എളുപ്പമായിരിക്കും ഇത് പറയാൻ. അപ്പോൾ ഒന്നുകിൽ നിങ്ങളിത് ബുക്കിലേക്ക് എഴുതിയെടുത്തോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാകുന്ന സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ഈ ചാനലിൽ നോക്കി തന്നെ നിങ്ങൾക്ക് ഈ ദുആ പറയാം. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ദിവസത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ദുആ പറയാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ ഒരുപാട് വഴികളുണ്ട്. ഔലിയാക്കന്മാരുടെ മാസം, ഔലിയാക്കന്മാരെ പറ്റി പറയുന്ന ഈ മാസത്തിൽ ഔലിയാക്കന്മാർ ചൊല്ലിയിട്ടുള്ള ഈ ദുആ, ഇത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഈ ദുആയിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരുടെ പേരുകൾ ഇതിൽ പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയുണ്ട്. എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അതിമഹത്തരമായ ദുആയാണ് ദുആ ഉസ്സൈഫ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇതെന്ത് തരം രോഗങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു ദുആ ഓതിയിട്ട് നമ്മൾ അതിലേക്ക് ഊതുക. ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ച് ഇത് നമ്മൾ കുടിച്ചാൽ
കണ്ണേറ് സിഹറിനെ പോലെ, ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളെപ്പോലെ, ശൈത്വാന്റെ ഉപദ്രവങ്ങളെപ്പോലെ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളിലുണ്ടല്ലോ, ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലോ. അത് മാറാൻ ഇത് എളുപ്പമാണ്. ഈ ദുആ പഠിച്ചു വെക്കുക. ഈ ദുആ കാണാതെ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. കാണാതെ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കണ്ട് തന്നെ നമുക്ക് ഓതാം. ഓരോ രൂപത്തിൽ ഇപ്പം നമ്മളിവിടെ ഓതിയിട്ടുണ്ടല്ലോ, അത് തന്നെ ആവർത്തിച്ച് കേൾക്കുക. ഇത് ഓതാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളത് ഓതുന്നത് കേൾക്കുക. നമ്മളിപ്പോൾ വീഡിയോയിൽ ഓതുന്നത് കേൾക്കുക. കേട്ടിട്ട് അല്ലാഹുവേ ഈ ഒരു ദുആഇൻ്റെ പ്രതിഫലം എനിക്കും നീ ജീവിതത്തിൽ നൽകണേ നമ്മൾ ദുആ ചെയ്താലും മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിൽ ഒരുപാട് ദുആകളുണ്ട് അല്ലേ? തീറുന്ന പ്രശ്നങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ നമുക്ക് ഒരുപാട് ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും മറ്റു ഉലമാക്കളൊക്കെ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇത് മഹാനായ റിഫായി ശൈഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ശിഷ്യന്മാർക്ക് ഇജാസത്തായിട്ട് കൊടുത്തിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ദുആയാണ് ദുആഉ സൈഫ്. അപ്പോൾ ഇത് നമ്മൾ മറക്കണ്ട. ഇതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞു, ഇതെപ്പോഴാണ് ഓതേണ്ടതെന്ന് പറഞ്ഞു, ഇതെങ്ങനെയാണ് ഓതേണ്ടതെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നമ്മുടെ കാലം പ്രശ്നങ്ങളില്ലാതെ സന്തോഷമുണ്ടാവാൻ ഈ ദുആഉ സൈഫ് നമുക്ക് കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുആ നിത്യമായി പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഓരോ ദിവസവും ഫോണിൽ വിളിച്ചും അല്ലാതെയൊക്കെ ദുആ വസിയത്ത് പറയാറുണ്ട്. പലപ്പോഴും ആളുകൾ ഫോണിൽ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യം, ഒരുപാട് തിരക്കുകളായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും ദുആരക്കുന്നുണ്ട്. എല്ലാ ദുആയിലും നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നുണ്ട്. നമ്മുടെ കാര്യവും അല്ലേ, ഇപ്പോൾ ഈ പറയുന്ന ഞാൻ, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദുആയും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ ദുആഉ സൈഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയിനെ കബൂലാക്കുമാറാവട്ടെ. ആരെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അല്ലാഹു തആല ഈ ദുആഉ സൈഫിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വിഷയവുമായി നമുക്ക് നാളെ കാണാം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.